വിനിത ബിജു തുടർന്നു. വിനീത, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഈ മുസാഫറാബാദിൽ ഉണ്ടായിരുന്ന ഈ പാക് ആർമിയുടെയും ISIയുടെയും ഒരു ടെറർ കൺട്രോൾ റൂം ഹിറ്റായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരും. നമുക്ക് നേരത്തെ അറിയാം, ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആവട്ടെ, ലഷ്കർ ഇ തോബ ആവട്ടെ, ഇവിടെ കടന്നു വന്ന് നികൃഷ്ടപ്പണി കാണിക്കുന്ന എല്ലാവരും ഈ രീതിയിൽ പാക് സൈന്യത്തിൻ്റെ കൃത്യമായ അറിവോടെയാണ്, ISIയുടെ കൃത്യമായ അറിവോടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു ടെറർ കൺട്രോൾ റൂം മുസാഫറാബാദിൽ തകർക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന് സ്ഥിരീകരണം ഉണ്ടാവണം. കൂടുതൽ കാര്യങ്ങൾക്ക് 9 കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്കുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ വിശദാംശങ്ങൾ എപ്പോൾ ലഭ്യമാകും വിനീത? ഹാഷ്മി, ആ വിശദാംശങ്ങൾക്ക് തന്നെയാണ് രാജ്യം കാതോർത്തിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ ഇന്ന് 10 മണിയോടുകൂടി ആർമിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ നീക്കങ്ങളാണ് സൈന്യം നടത്തിയത്, ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ ഉചിതമായ സമയത്ത് കൃത്യമായ മറുപടി എന്നാണ് സൈന്യം ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. തന്ത്രപ്രധാന മേഖലകളിലേക്കടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാഷ്മി, നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെ അതിർത്തിയിൽ തുടരെ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം. ഇതിനൊക്കെ അതിശക്തമായി തന്നെ സൈന്യം തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് അതിർത്തി മേഖലകളിലേക്കടക്കം തുടരുന്നത്. അവിടെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയൊക്കെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യത അത് പാകിസ്ഥാൻ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ അതിർത്തി മേഖലകളിലേക്കടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, തന്ത്രപ്രധാനമായ മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി വിമാനത്താവളങ്ങളിലേക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വ്യോമ മേഖലയിലുണ്ടായ ഇത്തരം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ ജമ്മു കാശ്മീരിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള അതിനിടയിൽ ഇതാ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്കാൽപ്പ് മിസൈലാണ്. സ്റ്റോം ഷാഡോ എന്ന് ചുരുക്കപ്പേര് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്കാൽപ്പ് മിസൈലുകളാണ്. ഇത് ഫ്രാൻസും ബ്രിട്ടനും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിസൈലാണ്, നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. ഈ മിസൈൽ റഫാൽ ഫൈറ്റർ ഫ്ലൈറ്റുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സ്കാൽപ്പ് ഹാമർ സ്മാർട്ട് ബോംബ്, ആ ബോംബുകളും ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ചില ഡ്രോണുകൾ, അത്യാധുനിക ചില ഡ്രോണുകൾ നമ്മൾ സമീപ നാൾ വാങ്ങിയിരുന്നു. ആ ഡ്രോണുകളും ഈ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് അങ്ങേയറ്റം കൃത്യതയാർന്ന ഒരു ആക്രമണം തന്നെയായിരുന്നു. ലക്ഷ്യങ്ങൾ 9 ഭീകരകേന്ദ്രങ്ങളാണ്. ആ 9 ഭീകരകേന്ദ്രങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അവിടേക്ക് ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ മേഖലകളിൽ നിന്ന് ആക്രമിക്കാമെന്നതിൽ വളരെ കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ആ പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ അനന്തനാഗിലെ വനമേഖലയിൽ ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നു, അവരെ ജീവനോടെ പിടികൂടാനാണ് ശ്രമം എന്ന ഒരു സ്റ്റോറി നമ്മൾ അതിന് ബിഹൈൻഡ് ദ കർട്ടൻ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് പിന്നിലാണ് ഈ ഓപ്പറേഷൻ മുഴുവൻ നടന്നിരുന്നത്. അതിൽ 13 14 സ്ട്രാറ്റജിക് മീറ്റിങ്ങുകൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് ഈ പുലർച്ചെ വ്യക്തമാകുന്നത്. അതിലൊരു കൃത്യമായ പദ്ധതി തയ്യാറാക്കുന്നത് ഈ 3 സേനാ മേധാവികളും മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷനും ചേർന്നായിരുന്നു. അതിന് ഏറ്റവും അനുയോജ്യമായൊരു ദിവസം ആ നീക്കം നടത്താൻ സേനയ്ക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അനുമതി നൽകുകയും ചെയ്തു. അത് ഈ പുലർച്ചെ നടന്നിരുന്നു. 1:44 തുടങ്ങിയതാണ്. 9 കേന്ദ്രങ്ങളിൽ ആക്രമിച്ച് നമ്മൾ സുരക്ഷിതരായി, നമ്മൾ ആ ലക്ഷ്യങ്ങൾ ഭേദിച്ച് തിരികെ ഇന്ത്യൻ അതിർത്തി കടന്ന് നമ്മളുടെ വിമാനങ്ങളോ അതിന് ഉപയോഗിച്ച എക്യുപ്മെൻറ്റ്സോ തിരികെ എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ വളരെ കൃത്യതയാർന്ന നീക്കങ്ങളിലൂടെ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ നടത്തിയത് സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞ് ഇതുവരെ ഈ അതിർത്തിയിലെ അൺപ്രൊവോക്ഡ് ഫയറിംഗ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണ്. ആ നീക്കമാണ് ജനവാസ മേഖലയിലേക്ക് നിയന്ത്രണ രേഖയിൽ വെടിയുതിർക്കുക, ആ മറവിൽ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തുക. അത് കാലങ്ങളായി ചെയ്യുന്നതാണ്. ഇപ്പോഴും ഈ പറയുന്ന ഇന്ത്യയുടെ സൈനിക നടപടി, ഈ പറയുന്ന ലിമിറ്റഡ് മിലിറ്ററി ആക്ഷൻ ഉണ്ടായ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നീക്കം അതിർത്തിക്കപ്പുറത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരീകരിച്ച ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ടില്ല. 10 മണിക്കാണ് വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ വാർത്താ സമ്മേളനം, സേനയുടെയൊക്കെ വാർത്താ സമ്മേളനം വരാൻ പോകുന്നത്. അതിലാണ്
ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണം വരേണ്ടത്. പ്രതിരോധ മന്ത്രി ഭാരത് മാതാ കി ജയ് എന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇട്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ പൂർണ്ണമായും, ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായും വിജയം കണ്ടു എന്ന് നമുക്ക് പറയാം, എല്ലാ അർത്ഥത്തിലും പറയാം. ലക്ഷ്യം ഭേദിച്ച് നമ്മൾ തിരികെ ഇവിടെ എത്തുകയും ചെയ്തു. ഉറിയിൽ സൈനിക നടപടി, ഉറിക്കുള്ള മറുപടി POKയിലെ ഭീകര ക്യാമ്പുകളിലുള്ള ആക്രമണമായിരുന്നു. പുൽവാമയ്ക്ക് ബാലാക്കോട്ടിലായിരുന്നു മറുപടി. ഇവിടെ പഹൽഗാമിന് 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. ചെറിയ മറുപടിയല്ല. പാകിസ്ഥാൻ തന്നെ ഭീകരർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഭീകരർ എന്ന് പറയുന്നില്ല, കാഷ്വാലിറ്റീസിനെ പറയുന്നുള്ളൂ. പക്ഷേ 12, 17 എന്നൊക്കെ കണക്കാണ് വരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള നാശം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇത് ടെറർ ക്യാമ്പുകളും ലോഞ്ച് പാഡുകൾക്ക് സമാനമായ ട്രെയിനിങ് കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭീകരർക്കുണ്ടായിരിക്കുന്നത് വലിയ നഷ്ടം തന്നെയാണ് എന്നതിൽ നിസ്സംശയം പറയാം. ഏറ്റവും പുതിയ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ നൽകും. ദിലീപ്, എന്താണ് മറ്റു വിവരങ്ങൾ വരുന്നത്? സ്ഥിരീകരിച്ച വിവരങ്ങൾ ഒരു പക്ഷേ 10 മണിക്ക് വാർത്താ സമ്മേളനത്തിലായിരിക്കും വരിക. ഇപ്പോൾ എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെയുള്ള വിവരങ്ങളിൽ നിന്നും? വിജയകുമാർ, പുലർച്ചെ 1:44 ഇന്ത്യ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയത്. ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ, ഇന്ത്യയുടെ അഭിമാന സിന്ദൂരമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത എല്ലാ ജെറ്റ് വിമാനങ്ങളും സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ പറയുന്നത്. ഔദ്യോഗികമായി സേനയുടെ വിവരങ്ങൾ രാവിലെ 10 മണിക്ക്, നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനത്തിൽ മാത്രമാകും പുറത്തുവിടുക. കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും. ഭീകരരുടെ താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാകിസ്ഥാനിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളെയോ ഈ ആക്രമണം ലക്ഷ്യമിട്ടിരുന്നില്ല. വളരെ കൃത്യമായി 9 സ്ഥലങ്ങൾ, അവിടെയുള്ള ഭീകര താവളങ്ങൾ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ, ജമാഉദ്ദാവ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവരുടെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ ലോഞ്ച് പാഡുകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റിയതായാണ് ലഭ്യമാകുന്ന വിവരം. 11 മണിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട്. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയുടെ യോഗവും ഇന്ന് തന്നെ ചേരുന്നുണ്ട്. സർവകക്ഷി യോഗം വിളിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്ത്യ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലായിരിക്കും അത്തരത്തിലുള്ള തീരുമാനം വരിക. ആക്രമണത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളെ ഇന്ത്യ ബന്ധപ്പെട്ടു. ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഇന്ത്യ സംസാരിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്നെ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവുമായി സംസാരിച്ചു. ഇതിനു പുറമെ റഷ്യ, UAE, സൗദി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും ഇന്ത്യ സംസാരിച്ച് ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണ നേരത്തെ തന്നെ ഇന്ത്യ ഈ കാര്യത്തിൽ ആർജിച്ചിരുന്നു. നയതന്ത്ര വിജയമായി അതിനെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ നിലപാട് ഒരിക്കൽ കൂടി ലോകരാജ്യങ്ങളെ ധരിപ്പിച്ചിരിക്കുകയാണ്. സംയമനമാണ് വേണ്ടതെന്ന് അമേരിക്ക പാകിസ്ഥാനെ അറിയിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ ഇത് പക്ഷേ ചില ആഭ്യന്തര വിഷയങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. പ്രധാനമായും അവിടുത്തെ പ്രതിപക്ഷമൊക്കെ അവിടുത്തെ സർക്കാരിന്റെ വീഴ്ചയാണ് ഇന്ത്യയുടെ ആക്രമണം എന്ന നിലയിൽ ദിലീപ് കുമാറിന്റെ തമാശ എന്താണെന്നറിയോ? ഇവിടെ പാക് വ്യോമസേനയുടെ ഒരു ട്വീറ്റ് ഏതാനും മണിക്കൂർ മുമ്പ്, എന്ന് പറഞ്ഞാൽ ഈ ആക്രമണത്തിന്റെ ഒരു 1/4 മണിക്കൂർ മുമ്പ് വരുന്നത്. അത് പറയുന്നതാണെന്നറിയോ? സ്ലീപ് ടൈറ്റ് നേഷൻ, ദ PAF ഈസ് എവേക്ക്, പാക് എയർഫോഴ്സ് എവേക്ക് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ശക്തമായി ഉറങ്ങിക്കോ രാജ്യമേ, നമ്മുടെ PAF ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് ഇട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് 9 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. അപ്പോൾ സ്വാഭാവികമായും അവരുടെ രാജ്യത്തിനുള്ളിൽ അതുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതാവില്ല. ദിലീപ്, ഹാഷ്മി, അത് ആഭ്യന്തരമായി പാകിസ്ഥാനിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു കാര്യം, നേതാക്കളുടെ അവകാശവാദങ്ങൾക്കും പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ അവകാശവാദങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പാകിസ്ഥാന്റെ ആണവ പോർമുനകൾ ഇന്ത്യക്കു നേരെ തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു. അവിടുത്തെ നേതാക്കൾ ആവർത്തിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇന്ത്യയുടെ ആക്രമണം ഏതു സമയവും ഉണ്ടാകുമെന്ന് പേടിച്ച് വിറച്ചിരിക്കുന്ന നേതാക്കൾ അതേ രീതിയിൽ തന്നെ അക്കാര്യം തന്നെ പലപ്പോഴും തുറന്നു പറയുന്നു. അങ്ങനെ പാകിസ്ഥാൻ അവരെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആക്രമണം ഏതു സമയവും ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അവർ നിയന്ത്രണ രേഖയിൽ അവരുടെ സൈന്യത്തെ ശക്തമായി വിന്യസിച്ചിരുന്നു. ഇന്ത്യൻ
വിമാനങ്ങൾക്ക്, പോർ വിമാനങ്ങൾക്ക് പാക് മണ്ണിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം അവരുടെ റഡാർ സംവിധാനങ്ങൾ എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ അവകാശവാദങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ പാക് വ്യോമസേനയുടെ ട്വീറ്റ് നിങ്ങൾ സമാധാനമായി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നതിടത്താണ് ആ പഴുതുകളൊക്കെ, അതായത് പാകിസ്ഥാൻ സൈനിക വിന്യാസത്തിലോ അല്ലെങ്കിൽ പാകിസ്ഥാന് ഉണ്ടായിട്ടുള്ള അവരുടെ പ്രതിരോധ സംവിധാനത്തിലെ പാളിച്ചകൾ അത് കൃത്യമായി തന്നെ കണക്കാക്കിയാണ് ഇന്ത്യ ഈ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിലേക്ക് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നേരത്തെ തന്നെ ഈ പാക് ഭീകര താവളങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. ആ സ്ഥലങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ്. അതിൽ പാകിസ്ഥാൻ സേനയും ISIയും അതോടൊപ്പം തന്നെ ഈ ഭീകരർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രവും ഈ തകർത്തതിൽ ഉൾപ്പെടുന്നുണ്ട്. 88 എന്ന കോഡ് നാമത്തിലാണ് ഈ ഭീകരരുടെ പരിശീലന കേന്ദ്രം. അവിടെ സൈന്യവും പാക് ചാരസംഘടന ISIയും ചേർന്ന് നടത്തുന്ന ഈ പരിശീലന കേന്ദ്രം അതും ഈ തകർത്തതിൽ പെടുന്നുണ്ട്. ബഹാവൽപൂർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മൗലാന മസൂദ് അസറിൻ്റെ കേന്ദ്രമാണ്. അവിടെയും ശക്തമായ ആക്രമണം, ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്ര ആസ്ഥാനം തകർത്തുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. മുറിഡ്കയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ്. അവിടെ ഹാഫിസ് സയ്യിദ്, ലഷ്കറിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിൻ്റെ പള്ളി ഉൾപ്പെടെ അവിടെ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ബഹവൽപൂരിൽ മദ്രസകൾക്കൊക്കെ അവധി നൽകിയിരിക്കുകയാണ്. അവിടെയുള്ളവരോടെല്ലാം പുറത്തു പോകുന്നതിന് പാക് ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ വലിയ ആക്രമണങ്ങൾ പാക് ഭീകരരുടെ താവളങ്ങളിൽ